ഹലോ, ബിടെക് ടൂറിന്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ മെയിൻ ആയിട്ട് പുതിയൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ബിടെക് ട്യൂട്ടർ നിങ്ങൾക്കായിട്ട് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയാണ് പോകുന്നത്. നിങ്ങൾ കുട്ടികൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെന്റ് കുട്ടികൾക്കും വേണ്ടി പ്രൊജക്ട് എന്താണ്, നിങ്ങൾ 4 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബിടെക്. അതിൽ പല കുട്ടികൾക്കും എങ്ങനെ പ്രൊജക്ട് ചെയ്യണം ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടാവില്ല, ചിലർക്ക് ഐഡിയാസ് ഉണ്ടാവും, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ബിടെക് ട്യൂട്ടർ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ആയിരിക്കാണ് ട്രൈലാഷസ് ലാബ്സ്. 12 വർഷമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ട്രൈലാഷസ് ലാബ്സ് ആയിട്ട് നമ്മൾ ടൈപ്പ് ആയിരിക്കുന്നത്. എന്റെ കൂടെ ഉള്ളത് ഡാനി സാറാണ്. ഡാനി സാറാണ് ട്രൈലാഷസ് ലാബിന്റെ MD. അപ്പോ സാറാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോ സാർ, എന്താണ് നമുക്ക് പ്രോജക്റ്റിനെ കുറിച്ച് എന്താണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഹലോ. മെയിൻലി ബിടെക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ 4 വർഷം പഠിക്കുന്നു. 4 വർഷം പഠിച്ചതിൻ്റെ ഔട്ട്കമായിട്ട് അവർ തന്നെത്താൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൊജക്റ്റ്. അപ്പോൾ മെയിൻലി കുട്ടികൾക്ക് തിയററ്റിക്കലി നോളജ് ഉണ്ടാവും, വളരെയധികം നന്നായിട്ട് തിയററ്റിക്കൽ കാര്യങ്ങൾ സബ്ജക്റ്റിലൊക്കെ സ്കോർ ചെയ്യണവരുണ്ടാവും. പക്ഷേ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി വെച്ചിട്ട് എന്തെങ്കിലും ഒരു വർക്കിംഗ് മോഡൽ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വർക്കിംഗ് മോഡൽ, അത് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആവട്ടെ, റോബോട്ടിക്സ് ആവട്ടെ, ഏതെങ്കിലും ഒരു മേഖലയിൽ അത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികൾക്ക് ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു കപ്പാസിറ്റി ആണല്ലോ ഒരു എഞ്ചിനീയറിന്റെ ഒരു എന്താ പറയുക മാക്സിമം എന്ന് പറയുന്നത്. എഞ്ചിനീയറിൽ നിന്ന് ഒരു സൊസൈറ്റി പ്രതീക്ഷിക്കുന്ന അതാണല്ലോ. അപ്പോൾ ആ കപ്പാസിറ്റി കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രോജക്റ്റ്. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിനീയറിങ്ങിനെ ഓരോ ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ, സിവിൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതേപോലെ ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ പല മേഖലകളാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാഞ്ചിൽ മാത്രം നിന്നുകൊണ്ട് ആയിരിക്കില്ല ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു സിവിലിന്റെ ഒരു എക്യുപ്മെന്റ് ആണെന്ന് വെച്ചോ, ഒരു മെഷറിംഗ് എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക്സ് വെച്ചിട്ടായിരിക്കും. അതിന് പവർ ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ വെച്ചിട്ടായിരിക്കും. ഇതിന്റെ ഫുള്ള് സോഫ്റ്റ്വെയർ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ CS-ന്റെ സെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രീമിൽ നിൽക്കുകയാണെങ്കിലും അതിന്റെ ഫോക്കസ് എവിടേക്കാന്ന് നോക്കിയിട്ടാണ് ആ പ്രോജക്റ്റ് ഏത് ബ്രാഞ്ചുകാർക്ക് എടുക്കാന്നുള്ളത് തീരുമാനിക്കുക. അങ്ങനെയുള്ള ബ്രാഞ്ചുകാർക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ബ്രാഞ്ചുകളിൽ നിന്നും കൂടി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് കുട്ടികൾക്ക് ചിലപ്പോൾ ഇതെങ്ങനെ ഔട്ട്പുട്ട് ആക്കാൻ പറ്റും, അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അതിന്റെ ബേസിക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് കടക്കുക. അപ്പൊ നോർമലി അങ്ങനെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കടക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു സ്റ്റക്ക് വരും. കാരണം വെച്ചാൽ അവർ പഠിച്ചിരിക്കുന്ന തിയറി ഒരു പ്രാക്ടിക്കൽ വേൾഡിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ തിയററ്റിക്കൽ കാര്യങ്ങളിൽ ഇപ്പൊ നിലവിൽ ഒരു എന്താണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്, അതുപോലെ ഏതൊക്കെ സെൻസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം, ഇങ്ങനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല ബേസിക്കലി. അവിടെയാണ് കുട്ടികൾ സ്റ്റക്ക് ആവുക. അങ്ങനെയുള്ള സമയത്താണ് കുട്ടികൾ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഗൂഗിൾ ചെയ്താലും യൂട്യൂബ് നോക്കിയാലും എങ്ങനെ ചെയ്താലും കൂടെ അവര് ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവൈലബിൾ ആയ റിസോഴ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ നേരത്തെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ആ വീഡിയോ ബിൽഡ് ചെയ്യുക. ആ സോഴ്സ് കോഡ് കിട്ടിയാലും ആ ടോട്ടൽ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയാലും കൂടെ കുട്ടികൾക്ക് അത് കോപ്പി ചെയ്യാൻ പറ്റുന്നല്ലാതെ അവർക്ക് വേണ്ട രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്താണ് കുട്ടികൾ സ്റ്റക്കായി പോവുക. മെയിൻലി ഞാൻ കണ്ടുവരാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ 8th സെമ്മിൽ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ സിലബസ് പറഞ്ഞിരിക്കുന്നത് 7th സെമ്മിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ 8th സെമ്മിലാണ് ടീച്ചേഴ്സും അല്ലെങ്കിൽ നമ്മളുടെ അക്കാഡമിക്കൽ സ്ലോട്ട് കൊടുക്കുന്നത് 8th സെമ്മിലായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ 8th സെമ്മിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വരും, ഒരുപാട് ആക്ടിവിറ്റീസ് വരും. പിന്നെ 8th സെം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ചെറിയ സെം ആയിരിക്കും, ഡ്യൂറേഷൻ കുറവായിരിക്കും. അപ്പൊ അവർക്ക് ഒരിക്കലും അത് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ അവരാകെ മെന്റലി ആകെ ഫ്രസ്ട്രേറ്റഡ് ആവും, അവരാകെ ഓടിപിടിയിലാവും. പിന്നെയാണ് അവർ ആ പ്രൊജക്റ്റിൽ നിന്ന് മാറി ആരെങ്കിലും ഒരു കൊണ്ടേൽപ്പിച്ച് അങ്ങനെ എങ്ങനെയെങ്കിലും ഔട്ട്പുട്ട് ആക്കിയാൽ മതി എന്നാവും. ശരിക്കും പറഞ്ഞത് അവർ അറിഞ്ഞ് ചെയ്യേണ്ടതാ, അവർ ചെയ്യേണ്ടതാ. കുട്ടികൾ അവർ തന്നെത്താൻ ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണ്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് കുട്ടികൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പുകൾക്കൊക്കെ കാര്യങ്ങൾ വിളിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പൊ അത് അവർക്ക് സിലബസിൽ നിന്ന് കിട്ടാത്തതോ അല്ലെങ്കിൽ വേറെ റിസോഴ്സിൽ നിന്ന് കിട്ടാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യും. കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ അവരെ ഗൈഡ് ചെയ്യാം. ഇതാണ് ചെയ്യുന്നത്.
അത് അവർക്ക് ചിലപ്പോൾ ഒരു സജഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെൻസർ ഉപയോഗിക്കേണ്ട സമയത്ത് അവർ ചിലപ്പോൾ അതായിരിക്കില്ല അവർ ചെയ്തിരിക്കുന്ന, ചിലപ്പോൾ അതിൽ നല്ലതും ഈസി ആയിട്ട് ചെയ്യാവുന്നതും കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ ഒരു സിവിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും മെക്കാനിക്കൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും മെക്കാട്രോണിക്സ് പഠിക്കുന്ന ആൾക്കാർ ആരാണെങ്കിലും കൂടെ ലാസ്റ്റ് പ്രൊജക്ട് ചെയ്ത് വരുമ്പോൾ അതിലൊരു ഓട്ടോമേഷൻ പാർട്ട് വരും. ഈ ഓട്ടോമേഷൻ പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു സിസ്റ്റത്തിനെ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് മെയിൻലി മൈക്രോ കൺട്രോളർ ബേസ്, പ്രൊസസർ ബേസ്ഡ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവരൊരു കൺട്രോളറിനെ പറ്റി അറിയണം. എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞ മേഖലയാണ് അത് വരിക. കുറെ സെൻസേഴ്സിനെ പറ്റി അറിയണം. ഇപ്പോൾ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, മെക്കാനിക്കലി വർക്ക് ചെയ്യേണ്ട പല ഡിവൈസുകളും, ഇപ്പോൾ ഓട്ടോമാറ്റിക്കൽ വീൽ ചെയർസ് അല്ലെങ്കിൽ ബെഡ് പൊസിഷൻ കൺട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് മെക്കാനിക്കൽ കാര്യം ആവശ്യം വരും. അതോടൊപ്പം ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക്കിന്റെയും ഇലക്ട്രിക്കലിന്റെയും കാര്യം വരും. അപ്പൊ അവർക്ക് ആ ബ്രാഞ്ചിൽ നിന്ന് പഠിച്ചുകൊണ്ട് ആ നോളജ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്താണ് കുട്ടികൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഹെൽപ്പ് കൊടുക്കാൻ പറ്റുക. കുട്ടികൾ നമ്മളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവരെ പ്രോജക്റ്റ് എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റ് എവിടെയാണോ ആ കൺസെപ്റ്റിന് നമ്മൾ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലേക്ക് എത്താം, എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, ഈ കാര്യങ്ങൾ എത്താം. പിന്നെ കുറെ കുട്ടികൾ വെബിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് DIY സൈറ്റുകൾ, അതുപോലെ യൂട്യൂബ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യും. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ ആ കുട്ടികൾ ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ അത് സ്റ്റക്കായി നിൽക്കും. അതായത് അവർ ഫുൾ സോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന കോഡും അവർ കണക്ട് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയറിന്റെ പിന്നുകളും തമ്മിൽ മിസ്മാച്ച് ഉണ്ടാവും. അപ്പൊ അത് കാരണം കൊണ്ടൊക്കെ അവരാകെ സ്ട്രഗിൾ ആയി പോകും. ആ സമയത്താണ് നമ്മൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് ടൈമിലാണെങ്കിലും അവർ നമ്മളെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ ഗൈഡ് ചെയ്യാം, കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റും. ഇനിയിപ്പോ പ്രോജക്റ്റിന്റെ ഏത് പോയിന്റിൽ അവർ സ്ട്രക്ക് ആയാലും, അല്ലെങ്കിൽ കുട്ടികൾ സ്ട്രക്ക് ആയാലും ഇതാണെങ്കിലും നമ്മൾക്ക് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡിങ് കൊടുക്കാം, സപ്പോർട്ട് കൊടുക്കാം. അപ്പോ നമ്മളിപ്പോ പ്രൊജക്റ്റ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് കൺസൾട്ടേഷൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് അതിനായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വെക്കാം. നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ എൻക്വയറീസിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പർ 8848664002. എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സംസാരിക്കാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ വേണ്ട സപ്പോർട്ട് നമുക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക് സ്റ്റഡീസ്.